ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു ഷേക്കാണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണ്. പക്ഷേ സംഭവം ഇത്ര കിഡാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സൂപ്പർ ടേസ്റ്റിയാണ്. ചക്കക്കുരു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാം. ആദ്യം തന്നെ ചക്കക്കുരു നന്നായി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ചക്ക ആയതുകൊണ്ട് നല്ല ഫ്രഷ് ചക്കക്കുരുവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കത് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. ഒരു വിസിൽ അടിച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജ്യൂസർ എടുക്കുക. അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുക. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഫ്രീസറിൽ വെച്ച് കട്ടാക്കി എടുത്ത പാലാണ്. കട്ട നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 20 പീസ് ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. നന്നായി വേവിച്ചെടുത്ത ചക്കക്കുരുവാണ്. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 6 ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച കട്ടയാക്കിയെടുത്ത പാലും കുറച്ച് ഐസ് ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ അരച്ചെടുക്കുക. കാരണം നമ്മളിത് പിന്നെ അരിക്കത്തില്ല ഷേക്ക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നന്നായി അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പ്ലഫി ടെക്സ്ചറിൽ തന്നെ നമുക്ക് നമ്മുടെ ഷേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ടോപ്പിലായിട്ട് കുറച്ച് പീനട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. ഞാൻ ചുമ്മാ പറയുമല്ല, ഞാൻ വിചാരിച്ചിരുന്നു ചക്കക്കുരു കൊണ്ട് ഷേക്ക് അടിച്ചാൽ എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ സംഭവം കിഡുവാണ്. നമുക്ക് മനസ്സിലാവത്തില്ല ചക്കക്കുരുവാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. വേറൊരു ഡിഫറെൻറ്റ് ഫ്രൂട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ചക്കക്കുരു മാത്രമേ വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.